അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പയറ്, ഇവിടെ ഏത്തപ്പഴം വഴറ്റിയത്. അത് കുറച്ചേ എടുത്തുള്ളൂ, അത്ര തന്നെ വേണ്ടായിരുന്നു. പയറുണ്ട്, പുട്ടും അരിപ്പുട്ടാണല്ലോ, എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണ്. നല്ല നല്ല സോഫ്റ്റ് പുട്ടാണ്, കൂട്ടി കഴിക്കാം. അപ്പം എല്ലാവരും ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പയറും ഇതിൻ്റെ ബാലൻസ് വരുന്നത് നമുക്ക് വച്ചേക്കാം. നമുക്ക് കൊഴുക്കട്ട, ഇലയട, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെച്ച് ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കുമല്ലോ ഏത്തപ്പഴം, അല്ലെങ്കിൽ പയറ്, അല്ലെങ്കിൽ തേങ്ങാ ശർക്കരയ്ക്ക് മാത്രം പകരമായിട്ട് ഈ ഏത്തപ്പഴം റോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് വെച്ച് കൊഴുക്കട്ട, ഇലയപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. നല്ലതുപോലെ ശർക്കരയും കുറച്ചുകൂടെ നെയ്യും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൽവ പോലെ തന്നെ നമുക്ക് കിട്ടും. ചെറിയ മധുരവും ഇതിനകത്ത് ഞാൻ ഒട്ടും തന്നെ മധുരം ചേർത്തിട്ടില്ല. ഏത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ, എങ്കിലും മധുരമുണ്ട്, ചെറിയ മധുരം. അപ്പോൾ കഴിക്കട്ടെ, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഏത്തപ്പഴം വഴറ്റിയത് കാണാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു വിഭവമാണ്. ഒന്നുകിൽ ഇത് ഫോർക്ക് കൊണ്ട് ഉടച്ച്, നല്ലതുപോലെ പഴുത്ത തൊലി കറുത്ത നേന്ത്രപ്പഴമായിരിക്കണം. 3 എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ എഴിഞ്ഞിട്ട് ഫോർക്ക് കൊണ്ട് ഉടയ്ക്കുക, ഇല്ലെങ്കിൽ ഇത് ആവിയിൽ വേവിക്കുക. ഞാനൊരല്പം അതൊന്നും ചെയ്യുന്നില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കുകയാണ്. നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ഇതിനെ ഫോർക്ക് കൊണ്ട് വീണ്ടും, അല്ലെങ്കിൽ ഒരു തടിത്തവി കൊണ്ട് വീണ്ടും അതിനെ ഉടച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ്, തേങ്ങ ചിരകിയത്, ശർക്കര വേണമെന്നുള്ളവർക്ക് ശർക്കര ചേർക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല, കാരണം ഏത്തപ്പഴത്തിൻ്റെ മധുരം ധാരാളമുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി, ഇതൊക്കെ ചേർത്ത് അല്പം കാഷ്യൂ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും നല്ലതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ, ഇപ്പം ഫയർ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫയറിൽ വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ സ്മാഷ് ആക്കി എടുത്ത് പാത്രത്തിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വെച്ചാൽ കൊഴുക്കട്ട, ഇലയട, ഇലയപ്പം അത് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാം. അവൽ നനച്ചതിൻ്റെ കൂടെ ഇത് നല്ലൊരു വിഭവമാണ് ചേർത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഏത്തക്ക പഴുത്തു പോയാൽ നല്ലപോലെ തൊലി കറുത്ത ഏത്തപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കായാലും ബ്രെഡിൻ്റെ കൂടെ ജാം പോലെ തന്നെ കഴിക്കാനും ബെസ്റ്റാണ്. അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്നൊരു വിഭവമാണ്. നെയ്യൊക്കെ ആവശ്യത്തിന് ചേർക്കാം. ഇപ്പം നെയ്യ് അധികം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രെഡിനകത്ത് അല്ലെ ചപ്പാത്തിക്കകത്ത് നമ്മൾ ഒരല്പം നെയ്യ് പുരട്ടിയിട്ട് ഈ വിഭവം കൂടെ വെച്ച് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതും കഴിക്കാം. സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. അമ്മമാർക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം, ഇലയപ്പം ഉണ്ടാക്കാം, ഇതിനുമെല്ലാം പറ്റിയൊരു വിഭവമാണ്. അപ്പം ട്രൈ ചെയ്യൂ, ഇത് ഉണ്ടാക്കി നോക്കൂ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. എങ്കിലും ഏത്തപ്പഴം അങ്ങ് നല്ലൊരു തൊലി കറുത്ത് പോയാൽ ഇതെന്ത് ചെയ്യണമെന്നുള്ള പല പല വിഭവങ്ങളും യങ്സ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് കാണുമ്പോൾ അറിയാം എന്തെല്ലാം വിഭവങ്ങളാണ് ഇവിടേക്ക് പെൺകുട്ടികൾ ഉണ്ടാക്കുന്നത്. അത്രയും ഒന്നും ഞാൻ അതിനോട്ടൊന്നും പോകുന്നില്ല. ധാരാളം നെയ്യും എണ്ണയും ഒക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്തെങ്കിലും ഒരു ഫലവത്തായ പലഹാരങ്ങളാക്കി എടുക്കത്തുള്ളൂ. ഇതാകുമ്പോൾ അധികം വേണ്ട, അല്പം ചേർത്താൽ മതി, എന്നാൽ ഒരു ടേസ്റ്റിന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. പുട്ടിൻ്റെ കൂടെ ചെറുപയർ പുഴുങ്ങിയത് കൊണ്ട് അതിനൂടെ ഏത്തപ്പഴം വഴറ്റിയത്. ഓക്കെ, ട്രൈ ചെയ്യൂ. താങ്ക് യു.